നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഹായ് ഗായ്സ്. ആളെ കിട്ടിപ്പോയി മതി. അപ്പൊ ഞാനിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. 399 ആണ് എന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. അതെ റാണി, ഇത് വളരെ കുറവാ. കുറച്ച് കുറഞ്ഞാൽ എന്താ, കൊടുക്കുവാണെങ്കിൽ നല്ല അന്തസ്സുള്ളവർക്ക് കൊടുക്കണം. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിട്ട്. നീ ഒരു ലാസ്റ്റ് പറ. 750 രൂപയെ കുറയില്ല. ഓക്കേണോ? ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ? എന്നാ പിന്നെ 3 ആഴ്ചയായിട്ട് തന്നാ മതിയാ? ഇതെന്താണ്, വാഷിംഗ് മെഷീനാ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ? അങ്ങനെയൊക്കെ അയച്ചു തരാനും കാണിച്ചു തരാനും ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ തുടങ്ങിയേക്കുന്നേ? ഇനിയിപ്പൊ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാ മതി. വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പൊ നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുവായിരുന്നു. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോന്ന് അറിയാതെ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ? നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പൊ മതിയായില്ലേ? ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ